വയനാട് മുള്ളൻകൊല്ലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. DCC പ്രസിഡന്റ് ND അപ്പച്ചനുമായി പ്രാദേശിക നേതാക്കളുടെ വാക്കേറ്റമുണ്ടായി. സംഘർഷത്തെ തുടർന്ന് സെമിനാർ നടത്താനായില്ല. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, എങ്ങനെയാണ് ഇത്ര മുതിർന്ന നേതാവൊക്കെ പങ്കെടുത്തൊരു യോഗം കയ്യാങ്കളിയിലേക്കൊക്കെ കലാശിച്ചത്? അനുജ, അവിടെ പ്രാദേശികമായിട്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ അവിടുത്തെ പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 80 പേരടങ്ങുന്ന പ്രവർത്തകർ DCCക്ക് പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ അവിടെ ഒരു വികസന സെമിനാർ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൽ DCC പ്രസിഡന്റ് NP അപ്പച്ചൻ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ നിലവിലെ ഇവിടുത്തെ പ്രാദേശിക തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയാൽ മതി എന്ന ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഈ യോഗത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് അവിടെ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ ശാന്തമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ NP അപ്പച്ചനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. തനിക്ക് പരിക്കേറ്റു അല്ലെങ്കിൽ തന്നെ മർദ്ദിച്ചു എന്ന തരത്തിലൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ വാസ്തവ വിരുദ്ധമാണ് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അവിടെ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അത് പുറത്തുനിന്നുള്ള ആളുകളാണ് അത്തരത്തിൽ വാക്കേറ്റം ഉണ്ടായത് എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ പരിപാടി ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ കയ്യാങ്കളിയും ആക്രമണ ശ്രമവും ഒക്കെ ഉണ്ടായത്. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇതിലേക്കൊക്കെ കാരണമായതല്ലേ? അതായത് DCC പ്രസിഡന്റ് പറയുന്നത് അതായത് പുറത്തു നിന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ്. പ്രവർത്തകരല്ല പ്രശ്നം ഉണ്ടാക്കിയത്, പുറത്തു നിന്നുള്ള ആളുകളാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച്, അതായത് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. പക്ഷേ DCC പ്രസിഡന്റ് ഈ വാദം പൂർണ്ണമായിട്ടും തള്ളുകയും ചെയ്യുന്നുണ്ട്. മുള്ളൻകൊല്ലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിലാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. DCC പ്രസിഡന്റ് ND അപ്പച്ചനുമായാണ് പ്രാദേശിക നേതാക്കളുടെ വാക്കേറ്റമുണ്ടായത്. എന്നാൽ തനിക്ക് മർദ്ദനമേറ്റു എന്നൊക്കെയുള്ള തരത്തിൽ വരുന്ന വാർത്തകൾ അദ്ദേഹം പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു. സെമിനാർ നിർത്തിവെച്ചു.